Hello dears, എല്ലാവർക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ 5ാമത്തെ ആഴ്ചയിലെ വീഡിയോ ആണ്. അതായത് ഇന്നത്തോടുകൂടെ നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസ് തീരുവാണ്. നമ്മളിപ്പോ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ എല്ലാം നിങ്ങൾക്ക് പറ്റാവുന്ന രീതിയിൽ ഓർഡർ തെറ്റിപ്പോയാലും ഒന്നും കുഴപ്പമില്ല, എന്നാലും പറ്റാവുന്ന രീതിയിൽ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കട്ടെ. ഹെയർ ഫോളിന് നല്ല കുറവുണ്ടാവും. ഇപ്പോൾ ഹെയർ ഫോൾ മാത്രമല്ല, ഹെയർ വളരാനും വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ആക്ച്വലി ഞാൻ എന്റെ ഹെയർ ഗ്രോത്തിനോട് അധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്നില്ല. എനിക്ക് മുടി കൊഴിച്ചിൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റിയെടുത്താൽ മതി എന്നുള്ള ആ ഒരു ചിന്തയാണ് എനിക്കുള്ളത്. അപ്പം അത്യാവശ്യം നന്നായിട്ട് കുറഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ പ്രിപ്പറേഷനിലേക്ക് പോകുന്നതിന് മുന്നേ ഞാൻ വേറൊരു ക്ലാരിഫിക്കേഷൻ എന്ന് പറയാൻ പോവാട്ടോ. കാരണം നമ്മളുടെ ഫസ്റ്റ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണെങ്കിലും സെക്കൻഡ് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണെങ്കിലും ഇപ്പോഴത്തെ ഈ ഒരു ഹെയർ റീഗ്രോത്ത് സീരീസിലാണെങ്കിലും കുറെ പാക്കുകളുണ്ട്. ഇതിൽ നമ്മൾ 2 പാക്കുകൾ ആകെ പറയുന്നുള്ളൂ. അപ്പൊ നമ്മുടെ ചാനലിലാണെങ്കിലും കുറെ ടൈപ്പ് ഹെയർ പാക്കുകൾ ഉണ്ട്. ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന വേറെ ഹെയർ പാക്സ് ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളോട് മെസ്സേജ് ഇട്ടിട്ടാണെങ്കിലും കമന്റ് ബോക്സിലൊക്കെ ആണെങ്കിലും ചോദിക്കുന്ന കാര്യം ഇതാണ്: നമ്മൾക്ക് ഈ ഒരു ഹെയർ ഗ്രോത്ത് ചാലഞ്ചിലുള്ള പാക്കുകൾ മാത്രമാണോ യൂസ് ചെയ്യാൻ പാടുള്ളൂ, അല്ലെങ്കിൽ അത് യൂസ് ചെയ്യാത്ത സമയത്ത് നമ്മൾക്ക് വേറെ വേറെ പാക്കുകൾ ട്രൈ ചെയ്ത് നോക്കാമോ, അതിന്റെ ഒപ്പം നമ്മൾക്ക് ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ചെയ്യാമോ, അല്ലെങ്കിൽ ഡെയിലി നമ്മൾക്ക് വേറെ വേറെ സാധനങ്ങൾ ട്രൈ ചെയ്ത് നോക്കാമോ, അപ്പൊ നമ്മൾക്ക് എല്ലാത്തിന്റെയും ബെനിഫിറ്റ് ഒരുപോലെ കിട്ടുമല്ലോ, അങ്ങനെ കിട്ടില്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് കുറെ കമന്റ്സും മെസ്സേജാണ് ഇപ്പൊ കൂടുതലായിട്ട് വരാറുള്ളത് കേട്ടോ. കമന്റ് ബോക്സിൽ നേരത്തെ ആയിരുന്നു അങ്ങനെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പൊ അതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്റെ ഭാഗത്തുനിന്ന് എനിക്ക് പറയാൻ പറ്റുന്ന കാര്യം, നമ്മളൊരു കാര്യത്തിൽ ഇപ്പൊ ഞാൻ എന്റേതായ രീതിയിലാണ് ഞാൻ പറയണത്. കാരണം ഒരു സാധനത്തിനോട് നമ്മളത് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക. ഇപ്പൊ നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്യുന്നത് ഏതെങ്കിലും ഉണ്ടെന്നാണെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരിക്കലും അത് യൂസ് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ ഫസ്റ്റത്തെ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് ആണ് ചെയ്യുന്നതെങ്കിൽ അത് ചെയ്യുക, അതിലെ പാക്കുകൾ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നോർമലി നിങ്ങൾക്ക് മാറ്റി വെക്കാൻ പറ്റാത്ത ഏതെങ്കിലും ഹെയർ പാക്ക് ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ ഹെയർ ഗ്രോത്ത് ചാലഞ്ചിന്റെ പാക്ക് ഇട്ട് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾ ഏത് പാക്കാണോ യൂസ് ചെയ്യാനുള്ളത് അത് യൂസ് ചെയ്യാം. ആഴ്ചയിൽ ആകെ 2 വട്ടം ഹെയർ പാക്ക് യൂസ് ചെയ്യാനേ ഞാൻ പറയുള്ളൂ. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ 3 വട്ടം ഒന്നിടവിട്ട ദിവസങ്ങളിൽ പാക്കുകൾ യൂസ് ചെയ്തോ. പക്ഷെ പല പാക്കുകൾ ഒരുപാട് വട്ടം മാറ്റി ഇട്ട് നോക്കാണ്ടിരിക്കുകയാണ് നല്ലത്. കാരണം നമ്മൾ കുറെ സാധനങ്ങൾ ഒന്നിച്ച് ഇങ്ങനെ മാറ്റി തലയിൽ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏത് രീതിയിൽ നമ്മൾക്ക് റിസൾട്ട് തരുന്നറിയില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത റിസൾട്ട് ആയിരിക്കും നമ്മൾക്ക് കിട്ടുന്നത്. മുടി വളരണേന്റെ പകരം മുടി ചിലപ്പോൾ കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ ഇങ്ങനെ കൊഴിച്ചിൽ വന്നാൽ ഏത് പാക്കാണ് നമ്മൾക്ക് സ്യൂട്ടബിൾ അല്ലാത്തത് എന്ന് നമ്മൾക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള കൺഫ്യൂഷൻസ് ഒക്കെ കുറെ വരും. അതുകൊണ്ട് നമ്മളിപ്പോ എന്തെങ്കിലും ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യാൻ നോക്കാം. ദെൻ അത് കംപ്ലീറ്റ് ചെയ്തു, അല്ലെങ്കിൽ നമ്മൾക്ക് അത് വേണ്ടാന്ന് തോന്നിയാൽ മാത്രം അത് പതിയെ നിർത്തിയിട്ട് പുതിയതിലേക്ക് പോവുക. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം കേട്ടോ. അപ്പൊ നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മൾക്ക് ഇപ്പോഴും അങ്ങനെ കമന്റ്സും മെസ്സേജും വരണോണ്ടാണ് ഞാൻ പറയുന്നത് കേട്ടോ. ഇനി നമ്മൾക്ക് നേരെ നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസിനെ കുറിച്ചിട്ട് പറയാം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ 2ാമത്തെ ഹെയർ പാക്ക് ആണ്. ആദ്യത്തെ ഹെയർ പാക്ക് നമ്മൾ കഴിഞ്ഞതിന്റെ മുൻപത്തെ ആഴ്ച കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മൾ ഒരു ഹെയർ വാഷ് വാട്ടർ കാണിച്ചു. ഇന്ന് വീണ്ടും ഒരു ഹെയർ പാക്ക് ആണ് ഉള്ളത്. ഈ 2 ഹെയർ പാക്കുകൾ ഞാൻ മാറിയാണ് യൂസ് ചെയ്യാറുള്ളത്. അതായത് ആദ്യത്തെ ഹെയർ പാക്ക് ഇപ്പൊ ഞാൻ ഇന്ന് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ആദ്യത്തെ ഹെയർ പാക്ക് ആണ് യൂസ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അടുത്ത വട്ടം ഹെയർ വാഷ് ചെയ്യുമ്പോൾ 2ാമത്തെ ഹെയർ പാക്ക്, അങ്ങനെയാണ് യൂസ് ചെയ്യണേ. ഇനി ഈ 2 ഹെയർ പാക്ക് ഇടാൻ പറ്റില്ല. അതായത് എനിക്ക് തുമ്മലും ജലദോഷമൊക്കെ എപ്പോഴും വരാറുണ്ട്. അങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സമയം, എനിക്ക് അങ്ങനെ തലവേദനയൊക്കെ ഉള്ള സമയത്താണെങ്കിൽ ചെയ്യുന്നതാണ് നമ്മൾ മുൻപ് കാണിച്ചിട്ടുള്ള ആ ഒരു ഹെയർ വാഷ് വാട്ടർ. അത് നമ്മൾ അധികം നേരം അങ്ങനെ തലയിൽ വെച്ചുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇങ്ങനെയാണ് ഞാൻ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമ്മൾക്ക് നേരെ നമ്മളുടെ പാക്കിന്റെ പ്രിപ്പറേഷനിലേക്ക് പോവാം. അപ്പൊ പാക്ക് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ ഈ ഒരു ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയന്റ് നെല്ലിക്കയാണ്. അപ്പൊ ഞാനിവിടെ നെല്ലിക്കപ്പൊടി എടുത്തിട്ടുണ്ട്. നെല്ലിക്കപ്പൊടി 2 ടേബിൾ സ്പൂൺ ആണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾ നെല്ലിക്കയാണ് എടുക്കണമെങ്കിൽ 3-4 നെല്ലിക്ക ഇടിച്ച് ചതച്ചൊന്ന് അതിന്റെ എസൻസ് ഒന്ന് പുറത്ത് വരുന്ന രീതിയിൽ അത്യാവശ്യം നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അരച്ചെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ഒന്ന് അരച്ചെടുക്കാം. ഇനി അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ചീവക്കാപ്പൊടിയാണ്. ചീവക്കാപ്പൊടി സോപ്നട്ടിന്റെ പൗഡർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾക്ക് ഇത് കിട്ടും. നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല, നിങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ടാവും ചിലപ്പോൾ. ഇത് നമ്മളുടെ മുടി നന്നായിട്ട് സിൽക്കി ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യണതാട്ടോ. ചീവക്കാപ്പൊടി ഷാംപൂവിന് പകരമൊക്കെ നേരത്തെ പണ്ടുള്ള ആൾക്കാർ യൂസ് ചെയ്തുകൊണ്ടിരുന്നതാണ്. അപ്പൊ ഇതിന്റെ ഇത് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റി യൂസ് ചെയ്താലും കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഭയങ്കരമായിട്ട് പതഞ്ഞങ്ങോട്ട് പോവൊന്നുമില്ല ഷാംപൂ ചെയ്യണ പോലെ. എന്നാലും കുറച്ച് നമ്മുടെ മുടിനെ നന്നായിട്ടൊന്ന് ക്ലെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നാച്ചുറൽ ക്ലെൻസർ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഈ ഒരു ചീവക്ക. അപ്പൊ ചീവക്കാപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി മൂന്നാമതായിട്ടുള്ള ഇൻഗ്രീഡിയന്റ് വന്നിട്ട് നീലയമരിപ്പൊടിയാണ് കേട്ടോ. നീലയമരി അല്ലെങ്കിൽ ഇൻഡിഗോ പൗഡർ എന്ന് പറഞ്ഞിട്ട് നമ്മൾക്ക് വാങ്ങാൻ കിട്ടും. ഇത് നമ്മൾ പ്രത്യേകമായിട്ട് യൂസ് ചെയ്യുന്നത് മുടി നന്നായിട്ട് കറുത്ത് വളരാൻ വേണ്ടിയിട്ടാണ്, കറുപ്പ് മുടി കിട്ടാൻ വേണ്ടിയിട്ടാണ് നീലയമരി മെയിൻ ആയിട്ട് യൂസ് ചെയ്യണത്. മാത്രമല്ല മുടി കൊഴിച്ചിൽ മാറ്റാനും മുടി വളർത്താനും വേണ്ടിയിട്ട് നമ്മളെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ നീലയമരിയുടെ പൊടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ 3 പൊടികളും ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ വേറൊരു പാത്രം എടുക്കുക. അതിലേക്ക് ഞാൻ 1 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ സാധാരണ കാണിക്കാറുള്ള ആ ഒരു ഗ്ലാസ് തന്നെയാണ്
കേട്ടോ. ഞാൻ എപ്പോഴും ഈ ഗ്ലാസ് കാണിക്കണത് എന്താണെന്ന് വെച്ചാൽ നിങ്ങളും ഇതേപോലെ ഏതെങ്കിലും ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഏകദേശം ആ ഒരു അളവ് നമ്മൾക്ക് എപ്പോഴും അറിയാൻ പറ്റുമല്ലോ. അതുകൊണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ഗ്ലാസ് തന്നെ എപ്പോഴും കാണിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് നമ്മൾ 1 ടേബിൾ സ്പൂൺ നമ്മളുടെ ചായപ്പൊടി തേയിലയാണ് ഇട്ട് കൊടുക്കണേ. മുൻപത്തെ ആ ഒരു ഹെയർ വാഷ് വാട്ടർ ഉണ്ടാക്കുന്ന ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചായപ്പൊടി തന്നെ വേണം എന്നില്ല, നമ്മൾക്ക് കാപ്പിപ്പൊടിയാണെങ്കിലും യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഗ്രീൻ ടീ ആണെങ്കിലും നമ്മൾക്ക് ഈ ഒരു അളവിൽ തന്നെ യൂസ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം ഇത് മൂന്നും നമ്മളുടെ ഹെയറിന്റെ ഗ്രോത്തിനും പുതിയ ഹെയർ കിളിർത്ത് വരാനും വേണ്ടിയിട്ട് നല്ലതാണ് കേട്ടോ. അപ്പൊ ഞാനിവിടെ സാധാരണ ചായപ്പൊടി 1 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഇതിപ്പോ നമ്മൾ എടുത്ത ഒരു ഗ്ലാസ്സിലെ അതൊരു 1/2 ഗ്ലാസ് ആക്കി തിളപ്പിച്ചൊന്ന് പറ്റിച്ചെടുക്കുക. ഒരു 2 മിനിറ്റിനുള്ളിൽ തന്നെ നന്നായിട്ട് അത് തിളച്ച് പറ്റി കിട്ടും. 2 മിനിറ്റ് ഒന്നും വേണ്ട, പെട്ടെന്ന് പറ്റി കിട്ടും. ആ ഒരു പകുതി ആക്കിയ അത്രയും ക്വാണ്ടിറ്റി വെള്ളം ഉണ്ടല്ലോ അത് നമ്മൾ ഈ പൊടിയുടെ അകത്തേക്ക് നന്നായിട്ടൊന്ന് അരിച്ചൊഴിക്കുക. അരിച്ചെടുക്കണായിരിക്കും നല്ലത്. കാരണം അങ്ങനെ തന്നെ അത് നമ്മൾ ആ സംഭവത്തിലേക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ ചായപ്പൊടി ഇങ്ങനെ പോവാൻ പണിയാണ്. അത് അവിടെ തന്നെ ഇങ്ങനെ ഇരിക്കും, കുറെ കഴുകിയാലായിരിക്കും അത് പോണേ. അതുകൊണ്ട് അരിച്ചിട്ടൊഴിക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തൈരാണ്. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൈര് ചേർത്ത് കൊടുക്കാൻ ഇഷ്ടമില്ല എന്നാണെങ്കിൽ കഞ്ഞിവെള്ളം ആണെങ്കിലും യൂസ് ചെയ്യാം. ഫ്രഷോ തലേ ദിവസത്തെ എങ്ങനെയാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കഞ്ഞിവെള്ളം തൈരിന് പകരം യൂസ് ചെയ്യാം. ഞാനിപ്പോ യൂസ് ചെയ്തിട്ടുള്ള ഈ ക്വാണ്ടിറ്റി, അതായത് ചായ തിളപ്പിച്ച വെള്ളമാണെങ്കിലും ഈ ഒരു തൈരാണെങ്കിലും കറക്റ്റ് ക്വാണ്ടിറ്റി എനിക്ക് അറിയാവുന്നതുകൊണ്ട് ഞാൻ ആ ഒരു അളവിലാണ് എടുത്തേക്കണേ. ഇപ്പൊ നിങ്ങൾ എടുക്കുന്ന ഒരു ഗ്ലാസിന്റെ വലുപ്പം അല്ലെങ്കിൽ നിങ്ങൾ എന്തോരമാണ് ചായ തിളപ്പിച്ച് വറ്റിക്കണത് ഇതിനനുസരിച്ചിട്ടിരിക്കുമല്ലോ നമ്മൾക്ക് ഉണ്ടാവണം ആ ഒരു വെള്ളത്തിന്റെ ക്വാണ്ടിറ്റി. ഇപ്പൊ നമ്മൾ ആദ്യമായിട്ടാണ് ചെയ്യണമെങ്കിൽ ചിലപ്പോ ആ വെള്ളത്തിന്റെ കണക്കത്ര പക്കയായിട്ട് നമുക്ക് കിട്ടില്ല. അത് വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. നമ്മൾക്ക് വേണമെന്നാണെങ്കിൽ കഞ്ഞിവെള്ളം അല്ലെങ്കിൽ സാധാരണ വെള്ളമൊക്കെ ചേർത്തിട്ട് വേണ്ടുന്ന ഒരു കൺസിസ്റ്റൻസിയിലേക്ക് എടുക്കാം. ഇപ്പൊ നിങ്ങൾ ഈ കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത് ഇപ്പൊ എനിക്ക് ചെയ്ത് ആ ഒരു ശീലം ആ ഒരു അളവ് എനിക്ക് ഒരു ഐഡിയ ഉള്ളത് കൊണ്ടാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കൺസിസ്റ്റൻസി കിട്ടിയത് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നാണെങ്കിൽ കുറച്ച് വെള്ളത്തിലാണെങ്കിലും മിക്സ് ചെയ്തെടുത്താൽ മതി. ഇതാണ് നമ്മളുടെ ഹെയർ പാക്ക്. അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ എണ്ണ ഇടുന്നുണ്ട്. എണ്ണ നമ്മളുടെ ഹെയർ റീഗ്രോത്ത് സീരീസിന്റെ 2ാമത്തെ ആഴ്ചയിലെ വീഡിയോയിൽ ഞാനിപ്പോ യൂസ് ചെയ്യുന്ന എണ്ണയാണ് കാണിച്ചിട്ടുള്ളത്. നിങ്ങൾ കണ്ടിട്ടില്ല എന്നാണെങ്കിൽ അത് കണ്ടു നോക്കിക്കൊള്ളൂ കേട്ടോ. കാരണം എനിക്ക് ഹെയർ ഫോള് തുടങ്ങിയ പിന്നെ ഞാൻ ആ ഒരു എണ്ണയാണ് യൂസ് ചെയ്യണത്. അതാണ് ഇപ്പോഴും യൂസ് ചെയ്യണത് കേട്ടോ. ആ എണ്ണ ഞാൻ മുടിയിലേക്ക് നന്നായിട്ട് അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മളുടെ പാക്ക് അപ്ലൈ ചെയ്യാണ്. പാക്ക് അപ്ലൈ ചെയ്യുമ്പോഴേക്കും എപ്പോഴും പറയാറുള്ള പോലെ നമ്മുടെ സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക, അതിനുശേഷം മുടിയിലേക്ക് അപ്ലൈ ചെയ്യുക. പിന്നെ ഈ ഒരു ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ എന്റെ ഹെയറിന്റെ ഒരു ഇതിനനുസരിച്ചിട്ടാണ് എടുക്കണം. നിങ്ങൾക്ക് മുടി ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യണം എന്നാണെങ്കിൽ കുറച്ചും കൂടെ കൂടുതൽ ക്വാണ്ടിറ്റി, ഇതിന്റെ ഡബിൾ ക്വാണ്ടിറ്റി ഒക്കെ എടുത്തിട്ട് നമ്മൾക്ക് ഇതിനനുസരിച്ചിട്ട് മുടി ഫുള്ളിലേക്കൊക്കെ അപ്ലൈ ചെയ്യാം. നമ്മൾ അപ്ലൈ ചെയ്തിട്ട് മുടി ഒന്ന് കുറച്ചു നേരം കെട്ടിവെക്കുക. നമ്മുടെ കപ്പാസിറ്റിക്ക് അനുസരിച്ചിട്ട് 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂറോ ഒക്കെ നിൽക്കുക. അതിനുശേഷം ഹെയർ വാഷ് ചെയ്യാം. ഹെയർ വാഷ് ചെയ്യുമ്പോൾ വേണമെന്നാണെങ്കിൽ നമ്മൾക്ക് ഷാംപൂ യൂസ് ചെയ്യാം, കണ്ടീഷണർ യൂസ് ചെയ്യാം. അതെല്ലാം നമ്മളുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇന്നത്തെ അല്ല, നമ്മുടെ ഹെയർ റീഗ്രോത്ത് സീരീസ് ഇന്നത്തോടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് ഉണ്ടെന്നാണെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞോളൂ കേട്ടോ. ഓക്കെ, അപ്പൊ ഇനി നമ്മുടെ അടുത്ത വീഡിയോയിൽ, നമ്മുടെ സാധാരണ വീഡിയോയിൽ ഇനി നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം കേട്ടോ. ഓക്കെ, ബൈ.